ചില സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ അവസാനിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രതീക്ഷയുടെ ഒരു നീലക്കടലിലൊക്കെ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഒരു ക്ലൈമാക്സിലെ ഒരു എൻഡിങ് ആണ് നമ്മളെ ദ ഷോഷാങ്ക് റിഡംഷനിൽ അവസാനം ആൻഡിയും റണ്ടും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ശരിക്കും അത്തരത്തിലുള്ള ഒരു എൻഡിങ് ഡയറക്ടറായിട്ടുള്ള ഫ്രാങ്ക് ഡറാബോണ്ട് പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. നമുക്കറിയാം, ഈ ഒരു സിനിമ എന്ന് പറയുന്നത് സ്റ്റീഫൻ കിങ്ങിന്റെ റീറ്റ ഹെറ്റ്വർക്ക് ആൻഡ് ദ ഷോഷാങ്ക് റിഡംഷൻ എന്ന് പറയുന്ന ആ ഒരു നോവലിൽ നിന്നും കടം കൊണ്ടിട്ടുള്ളതാണെന്ന്. അപ്പൊ ആ ഒരു നോവലിലെ എൻഡിങ് എന്ന് പറയുന്നത് ആൻഡിയെ കാണാൻ വേണ്ടിയിട്ട് റെഡ് ബസ്സിൽ കയറി പോകുന്നു എന്നുള്ള ആ ഒരു രംഗത്തോടു കൂടി അവസാനിപ്പിച്ച് എഴുതി വെക്കുന്നതായിരുന്നു. അങ്ങനെ പുസ്തകത്തിന് സമാനമായിട്ടുള്ള ആ ഒരു എൻഡിങ് അത് സിനിമയിൽ കൊണ്ടുവരാം എന്നാണ് ഫ്രാങ്ക് ഡറാബോണ്ട് തീരുമാനിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന് അവസാന നിമിഷങ്ങളിലെ ആ ഒരു റെഡിന്റെയും ആൻഡിയുടെയും ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്നത് അത് സിനിമയ്ക്കൊരു സീരിയസ് നോട്ട് ഒഴിവാക്കിയിട്ട് ഒരു കൊമേഴ്ഷ്യൽ പർപ്പസ് നൽകും എന്നുള്ള ഒരു ധാരണ കൊണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് ഇഷ്ടമില്ലായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക് ഡറാബോണ്ടിന് ആ ഒരു അവസാന രംഗം നമ്മുടെ ആൻഡിയെ കാണാൻ വേണ്ടി റെഡ് മെക്സിക്കോയിലേക്കുള്ള ബസ് കയറി പോകുന്ന ആ രംഗത്തോടു കൂടി അവസാനിപ്പിക്കാം എന്നുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സിനിമയുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ലിസ് ഗ്ലോസറിന്റെ ഒരു നിർബന്ധപ്രകാരം അത്തരത്തിലുള്ള ഒരു സീൻ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ആണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു എൻഡിങ് നമ്മൾ സിനിമയിൽ കാണുന്നത്. പിന്നെ ഈ കാലക്രമത്തിൽ പ്രേക്ഷകരുടെ പ്രതികരണം കൂടി ആയപ്പോൾ ഫ്രാങ്ക് ഡറാബോണ്ടിന് ആ ഒരു രംഗത്തിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളത് തോന്നുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു വിട്ടുവീഴ്ച ഈ സിനിമയെ സംബന്ധിച്ചിട്ട് കൂടുതൽ നമ്മളെ ആശ്വാസം കൊള്ളിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ. അത് കാണുമ്പോൾ അറിയാം, ശരിക്കും ഈ ഒരു സീന് കൂടുതൽ ഇമോഷണൽ ആക്കാതെ തന്നെ ഫ്രാങ്ക് ഡറാബോണ്ട് ആ ഒരു ലോങ് ഷോട്ടിലൂടെ മാനേജ് ചെയ്തിട്ടുമുണ്ട്. ഇനി ഒരു പക്ഷേ പുസ്തകത്തിലുള്ള പോലെ തന്നെയുള്ള ഒരു ക്ലൈമാക്സ് ആണ് സിനിമയിൽ വന്നിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയാലോ. അപ്പൊ നമ്മളെ ഉള്ളിൽ തന്നെ എന്തൊക്കെ ചോദ്യങ്ങളുണ്ടാവും. ആൻഡിയെ കാണാൻ റെഡിന് പറ്റുമോ, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് ചോദ്യശരങ്ങൾ നമുക്കുള്ളിൽ തന്നെ ഉണ്ടാകുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു മനോഹരമായിട്ടുള്ള വിട്ടുവീഴ്ചയുള്ള ഒരു ക്ലൈമാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ, കാരണം നമുക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല സിനിമയിൽ ഈ ക്ലൈമാക്സ് കാണുമ്പോൾ.